കട്ടെടുക്കുന്ന പ്രവണതയുള്ള അനേകം പേരുണ്ട്. ഒരു പൈശാചിക ബന്ധനം പോലെയാണ്. പല തല്ലി നോക്കി, ഉപദേശിച്ച് നോക്കി, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി രക്ഷപ്പെടണില്ല. ഇങ്ങനെയുള്ള പ്രവണതയെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കൊച്ചുകുട്ടികളിലെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ പ്രവണത മാറ്റിയെടുത്തില്ലെങ്കിൽ പെരുങ്കള്ളന്മാരാവും. ഇതാണ് സാധാരണ. ജയിലിൽ കിടക്കുന്ന പലരും ഈ പ്രവണതയുള്ളവരാണ്. അവർക്ക് കട്ടെടുത്തില്ലെങ്കിൽ സമാധാനമില്ല. അവരെപ്പോഴും ഏതെങ്കിലും വിധത്തിൽ ഒരു കളവിൽ നിന്ന് വേറൊരു കളവിലേക്ക് കേസിൽ പിടിക്കപ്പെട്ടു, ജയിലിൽ കിടന്നു, എന്നാലും അവൻ പോയി പുറത്തിറങ്ങിയാൽ കട്ടെടുക്കും. അതവൻ്റെ ഒരു രോഗം പോലെയാണ്. ഇതൊരു പൈശാചിക ബന്ധനമാണ്. കർത്താവ് ഇങ്ങനെയുള്ള ബന്ധനങ്ങളുള്ള അനേകം മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരുടെ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നൽകണമേ. ദൈവിക നന്മയിലേക്ക് കടന്നു വരുവാനും കട്ടെടുക്കാതെ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുവാനും ഇവരെ സഹായിക്കണമേ. കർത്താവ് ഇങ്ങനെ ഈ പ്രവണതയുള്ള മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കൊച്ചുകുട്ടികൾ തന്നെ കളവിൻ്റെ തലത്തിലേക്ക് അപ്പൻ്റെയും അമ്മയുടെയും പേഴ്സിൽ നിന്ന് പൈസ കട്ടെടുക്കുക, വീട്ടിൽ പൈസ കട്ടെടുക്കുക, പൈസ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, നുണ പറയുക. ഈ പ്രവണതയുള്ള അനേകം മക്കളുണ്ട്. അവരെ അങ്ങ് സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. യേശു നൽകിയ അധികാരം ഉപയോഗിച്ച് ഈ പ്രവണതയിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. എല്ലാവിധ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയുള്ള പ്രവണതയുള്ള കുട്ടികളെയും സ്ത്രീകളെയും ഒത്തിരി പേരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സഹായത്തിന് വിളിക്കുക. 9447465414. ഈ നമ്പറിൽ വിളിച്ചാൽ വേണ്ട കൗൺസിലിങ്ങും സഹായവും നൽകുന്നതാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.